കേരളത്തിലെ പുഴയോരങ്ങളിലോ കായലോരങ്ങളിലോ ഒക്കെ ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് മിസ്സായി കാണാൻ സാധ്യതയില്ലാത്ത ഒരു പക്ഷിയാണിത്. ഇത് നീർക്കാക്കയുടെ ഒരു വെറൈറ്റിയാണ്. ഇതേപോലെ തന്നെ ഇരിക്കുന്ന 3 തരം പക്ഷികൾ കേരളത്തിൽ ഉണ്ട്. ഒന്ന് ലിറ്റിൽ കോർമറന്റ്, 2 ഇന്ത്യൻ കോർമറന്റ്, 3 ഗ്രേറ്റ് കോർമറന്റ്. അതിൽ മൂന്നിലും ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് തോന്നുന്നത് ഇത് ഇന്ത്യൻ കോർമറന്റ് ആണെന്നാണ്. അതിൽ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇന്ത്യൻ കോർമറന്റിന്റെ തലയുടെ മുകൾ ഭാഗം റൗണ്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു ഓവൽ ഷേപ്ഡ് ആയിരിക്കും. മറ്റേ ഗ്രേറ്റ് കോർമറൻറ്റിൻ്റെയും പിന്നെ ലിറ്റിൽ കോർമറൻറ്റിൻ്റെയും തലയുടെ മുകൾ ഭാഗം ചെറിയൊരു ഫ്ലാറ്റ്നെസ് കാണും. അതായത് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലായിരിക്കും അതിരിക്കുന്നത്. പിന്നെ ഒരു ഫീച്ചർ ഉള്ളത് ഇന്ത്യൻ കോർമറൻറ്റിൻ്റെ കഴുത്ത് നല്ല സ്ലിം ആയിരിക്കും. മറ്റ് 2 കോർമറൻറ്റിൻ്റെയും കഴുത്തുകൾ അത്യാവശ്യം തിക്കായിരിക്കും. പിന്നത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ കോർമറൻ്റേത് ഒരു ലീൻ ബിൽറ്റ് ആയിരിക്കും. ലിറ്റിൽ കോർമറൻ്റേത് വളരെ ചെറിയൊരു പക്ഷിയായിരിക്കും. ഒരു കോമ്പാറ്റ് ബിൽറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് പിന്നെ ഒരു ഗ്രേറ്റർ കോർമറൻ്റേത് അത്യാവശ്യം നല്ല സ്റ്റൗട്ട് ബിൽട്ടായിരിക്കും. ഇന്ത്യയിലെ ഉൾനാടൻ ജലാശയങ്ങളിലും കിഴക്ക് തായ്ലാൻഡ് മുതൽ കംബോഡിയ വരെയും കാണപ്പെടുന്ന ഒരിനം പക്ഷിയാണ് ഈ ഇന്ത്യൻ കോർമറന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ മലയാളം കിന്നരി നീർക്കാക്ക അഥവാ കിന്നരി മീൻകാക്ക എന്നൊക്കെ പറയും. ഈ വീഡിയോ ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത് കേരളത്തിന് തന്നെ 2 ഏരിയയിൽ നിന്നാണ്. ഒന്ന് ആലുവയിൽ നിന്നും വേറൊന്ന് വൈക്കത്തിൽ നിന്നും. അപ്പോൾ ഇത് വെള്ളത്തിൽ ജീവിക്കുന്ന കിളിയായതുകൊണ്ടും അതുപോലെ തന്നെ മീനൊക്കെയാണ് മെയിനായിട്ടുള്ള ഭക്ഷണം എന്നുള്ളതുകൊണ്ട് ഇതിന്റെ കാലുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ കാണാം, അത് താറാവിന്റെ കാലുകൾ പോലെയാണ് അതിരിക്കുന്നത്. വെള്ളത്തീക്കടിയൊക്കെ നീന്തി അടക്കാനും അതുപോലെ തന്നെ മുങ്ങാങ്കുഴി ഇട്ട് താഴേക്ക് പോയിട്ട് മീനെ പിടിക്കാനൊക്കെ ഈ കാലുകൾ സഹായിക്കും. ഇവരുടെ ഒരു സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇവർ ഫാലക്രോക്കറസയുടെ ഫാമിലിയിൽ പെടുന്ന ഫാലക്രോക്കറാക്സ് ഫ്യൂസിക്കോളിസ് എന്ന് പറഞ്ഞ ഒരു സ്പീഷീസ് ആണ്. ഈ ഫസിക്കോളിസ് എന്ന് പറഞ്ഞ ആ ഒരു പേര് ഡിറൈവ് ചെയ്തേക്കുന്നത് 2 ലാറ്റിൻ വേർഡ്സിൽ നിന്നാണ്. ഒന്ന് ഫസ്കസ്, ഡസ്കി എന്നാണ് അതിൻ്റെ മീനിങ്. പിന്നെ കൊള്ളിസ്, അത് നെക്ഡ് എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് ഡസ്കി നെക്കോട് കൂടിയ ഒരു ബേർഡ് ആയതുകൊണ്ടാണ് ഇതിനെ ഫസിക്കോളീസ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ കോമൺ നെയിംസ് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഇന്ത്യൻ കോർമറന്റ് എന്നാണ്. പിന്നെ വേറെ ഒരെണ്ണം ഇന്ത്യൻ ഷാഗ് എന്നും വിളിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു നേറ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, തായ്ലാൻഡ്, കംബോഡിയ, വിയറ്റ്നാം എന്നീ റീജിയൻസ് ആണ്. ഈ രാജ്യങ്ങളിൽ തന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഒരു പുഴയോരങ്ങളിലും കായലോരങ്ങളിലും പിന്നെ റിസർവ് വോയ്സിലും പിന്നെ കണ്ടൽ കാടുകളിലും മാംഗ്രോവ്സിലൊക്കെ തന്നെ ഇത് കാണാം. ബാക്ക് വാട്ടേഴ്സിൽ ഇതൊരു മെയിൻ പക്ഷി. ഇതിന്റെ ഒരു ഭക്ഷണ രീതി എന്ന് പറയുന്നത് ഇതിന്റെ കൊക്കിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ചെറിയ മീനുകൾ അതുപോലെ തന്നെ തവള പോലെയുള്ള ആംഫീബിയൻസ് ഒക്കെയാണ്. ഇതിന്റെ ഹണ്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ഒരു പ്രത്യേക തരം താറാവിന്റെ പോലെയുള്ള കാലുകളാണ്. അപ്പോൾ അത് നീന്തി നടന്നിട്ട് മുങ്ങാങ്കുഴി ഇട്ട് ഉള്ളിൽ പോയാണ് ഈ മീനെ ഹണ്ട് ചെയ്ത് അതുപോലെ തന്നെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഇനി ഇവരുടെ ഒരു ലൈഫ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ കിളികളുടെയും പോലെ തന്നെ മുട്ടയിട്ടാണ് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത്. അതുപോലെ തന്നെ 3 to 5 മുട്ടകളാണ് ഇവർ ഒരു ടൈമിൽ ഇടുന്നത്. ആ മുട്ടകളുടെ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളറിലായിരിക്കും ഇരിക്കുന്നത്. ഒരു ചോക്കി സർഫേസ് ആയിരിക്കും, ഒരു ഇച്ചിരി റഫായിട്ടുള്ള സർഫേസ് ആയിരിക്കും. ഇവർ കൂടുണ്ടാക്കുന്നത് മെയിനായിട്ടും ഈ അത്യാവശ്യം മുങ്ങിക്കിടക്കുന്ന ആ സർഫേസിനോട് കുറച്ച് മുങ്ങിക്കിടക്കുന്ന മരത്തിൻ്റെയും ചില്ലകളുടെയും ഒക്കെ പാർട്ടിലാണ് മെയിനായിട്ട്. കണ്ടൽക്കാടുകളിലൊക്കെ ഇതിൻ്റെ കൂടുകളൊക്കെ കാണാം. പിന്നെ അത് മാത്രമല്ല കൊക്കുകൾ അതുപോലെയുള്ള വേറെ കിളികളുടെ കൂടെയാണ്, കോളനി ആയിട്ടാണ് ഇവർ കൂടുകൾ ഉണ്ടാക്കുന്നത്, മുട്ടയിടുന്നത്. ഈ മുട്ട വിരിയാനായിട്ട് ഏകദേശം ഒരു 20 to 23 ദിവസം എടുക്കും. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ പറന്നു തുടങ്ങാനായിട്ട് ഒരു 30 to 35 ദിവസങ്ങൾ എടുക്കും. ഇവരുടെ ഒരു ടോട്ടൽ ലൈഫ് സ്പാൻ വരുന്നത് ഏകദേശം ഒരു 10 to 15 വർഷം വരെയാണ്. ഇനി കൺസർവേഷൻ സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ IUCNന്റെ ലീസ്റ്റ് കൺസേൺഡിൽ പെടുന്ന പക്ഷികളാണ് ഇവർ. ഇപ്പോൾ പോപ്പുലേഷനൊക്കെ സ്റ്റേബിൾ ആണെങ്കിലും ഈ വെറ്റ്ലാൻഡ്സ് കുറയുന്നതും അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ബ്രീഡിംഗ് സീസണിൽ വരുന്ന ആ ഒരു മരങ്ങളും സംഭവങ്ങളും ഒക്കെ കുറയുന്നതും പിന്നെ പൊല്യൂഷനും ഒക്കെ തന്നെ ഇവരുടെ പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യാനുള്ള ഒരു കാരണമാകാം ഫ്യൂച്ചറിലേക്ക്. ഇവരുടെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഇവർ വെറ്റ്ലാൻഡ്സിൻ്റെ ഹെൽത്തും ബയോഡൈവേഴ്സിറ്റിയും റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആണ്, അങ്ങനെ പറയാം. പിന്നെ ഫിഷിൻ്റെയും ആംഫീബിയൻസിൻ്റെയും ഒക്കെ പോപ്പുലേഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശ്രീലങ്കയിലത്തെ പരാക്രമ സമുദ്രയിൽ വെള്ളത്തിലുള്ള ന്യൂട്രിയൻ സൈക്ലിങ്ങിനും അതുപോലെ തന്നെ ഫിഷ് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനും ഒരു കീ റോൾ വഹിക്കുന്ന ഒരു സ്പീഷീസ് ആണ് ഈ ഇന്ത്യൻ കോർമറന്റ്. ഫുഡ് സൈക്കിളിൽ ഇവരെ ഹണ്ട് ചെയ്യുന്ന സ്പീഷീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് റെപ്റ്റേഴ്സ്, കഴുകൻ, പരുന്ത് അതുപോലെയുള്ള പക്ഷികൾ, പിന്നെ പാമ്പുകൾ, വലിയ പാമ്പുകൾ, അതുപോലെ തന്നെ വലിയ വേറെ ജന്തുക്കൾ, വെള്ളത്തിൽ ജീവിക്കുന്ന വേറെ മാമ്പൽസ് ഒക്കെയാണ്. ഫുഡ് സൈക്കിളിൽ ഇവരുടെ പ്രെഡേറ്റേഴ്സിൽ നിന്ന് ഇവർക്കുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇവരുടെ ഒരു ജീവിത രീതി തന്നെയാണ്. അപ്പോൾ മറ്റ് കിളികളുടെ കൂടെയാണ് ഇവർ കൂടുണ്ടാക്കി താമസിക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ അലാറം കോൾസ് പെട്ടെന്ന് കേൾക്കാനും കറക്റ്റ് സമയത്ത് രക്ഷപ്പെടാനുമുള്ള സാധ്യതകൾ കൂടും. അതുകൂടാതെ ഇവരുടെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് കളറാണ്. അത് ഈ വെള്ളത്ത് എന്ന് വെച്ചാൽ വെള്ളം ഒരു ഡാർക്ക് പച്ച കളറിലായിരിക്കും ഇരിക്കുന്നത്. അതുമായിട്ട് നല്ല ക്യാമഫ്ലേജ്. പിന്നെ ഇവർ മുങ്ങാങ്കുഴിയൊക്കെ ഇട്ട് മീനൊക്കെ പിടിച്ച് കഴിഞ്ഞ് വന്ന് ഈ തൂവലുകളൊക്കെ ഉണങ്ങാനായിട്ട് ഇരിക്കുന്ന ആ ഒരു പോസ്ചർ, ഇപ്പോൾ ഈ കാണുന്ന ഈ പോസ്ചർ,
അത് പെട്ടെന്ന് പറന്ന് മാറാനായിട്ട് സഹായിക്കും. അതായത് ഒരു റിലാക്സ്ഡ് പോസ്ചറിലല്ല അവർ എപ്പോഴും തന്നെ നിന്ന് കാണുന്നത്. അത് കുറച്ചും കൂടി ഒരു വിജിലൻറ്റ് പോസ്ചറിലാണ് ഇവർ നിന്ന് കാണുന്നത്. ഇവർക്ക് പറക്കുന്നതിനൊന്നും വലിയ സ്പീഡൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് ഇവർക്ക് വെള്ളത്തിൻ്റെ അടിയിലേക്ക് മുങ്ങാങ്കുഴി ഇട്ട് രക്ഷപ്പെടാനായിട്ട് കഴിയും. വെള്ളത്തിൻ്റെ അടിയിലെത്തിക്കഴിഞ്ഞാൽ ഇവരെ പിടിക്കുന്നത് അത്ര എളുപ്പമല്ല. കാരണം ഇവരുടെ ആ ഒരു ബീക്ക് എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഹുക്ഡ് ബീക്കാണ്. അതുകൊണ്ട് നല്ല ആക്രമണം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നല്ല സ്ട്രീം ലൈൻഡ് ബോഡി, പെട്ടെന്ന് വെള്ളത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴഞ്ഞ് മാറാനും അതുപോലെ തന്നെ നല്ല സ്പീഡുമാണ് വെള്ളത്തിൽ കൂടെ ഇവർക്ക്. ഇനി ഇവരുടെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ നേച്ചർ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു പക്ഷിയാണ്. നല്ല ഫോട്ടോസ് കിട്ടുന്ന ഒരു പക്ഷിയാണ്. അതുപോലെ തന്നെ നല്ല ബേർഡ് സാങ്ച്വറീസിലൊക്കെ തന്നെ ഇവരെ കാണാം. അതായത് വെറ്റ്ലാൻഡ്സിൻ്റെ തീരങ്ങളിലുള്ള ബേർഡ് സാങ്ച്വറിയിലൊക്കെ ഇവരെ ഒരുപാട് കാണാൻ പറ്റുന്ന ഒരു പക്ഷിയാണിത്. അത് ബേർഡ് സാങ്ച്വറി തന്നെ ആയിരിക്കണമെന്നില്ല, പുഴയോര തീരങ്ങളിലൊക്കെ ഇവരെ വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പക്ഷിയാണ്. കൊക്കുകളെയും കാക്കകളെയും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നാടോടി കഥകളിലോ കുട്ടിക്കഥകളിലോ കുട്ടിപ്പാട്ടുകളിലോ ഒന്നും തന്നെ അധികം ഫീച്ചർ ചെയ്യാത്തൊരു പക്ഷിയാണ്. പക്ഷെ നല്ല പോസിബിലിറ്റി ഉള്ള ഒരു പക്ഷിയാണ്. അതായത് കുട്ടിക്കഥകളിലൊക്കെ പറയുകയാണെങ്കിൽ നമ്മളുടെ മീനെ പിടിക്കുന്ന ഒരു വില്ലൻ വേഷത്തിൽ വേണമെങ്കിൽ ഇവന് വരാം. വെറ്റ്ലാൻഡ്സും കായലും പുഴയും കുളങ്ങളും ഒക്കെ വെച്ച് വരുന്ന കഥകളിൽ വേണമെങ്കിൽ ഫീച്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു പക്ഷിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.